ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മോശയുടെ രണ്ടാമത്തെ എക്സ്ക്യൂസിനെ പറ്റിയിട്ടാണ്. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി മോശയെ ദൈവം ഈജിപ്തിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ മോശ രണ്ടാമത്തെ എക്സ്ക്യൂസുമായി ദൈവസന്നിധിയിലേക്ക് വരുന്നു. പുറപ്പാട് 3:13 അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്നു: മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അവനോട് എന്തു പറയണമെന്ന് ചോദിച്ചു. മോശ ഇവിടെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് ലാക്ക് ഓഫ് അതോറിറ്റിയിലാണ്. അതെ, ദൈവത്തിൻ്റെ അധികാരത്തെ അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി അദ്ദേഹം തിരിച്ചറിയുന്നില്ല. പകരം ആരെന്നെ അയച്ചു, ഇസ്രായേൽ ജനത്തോട് എന്തു പറയും? അതെ, ആ ദൈവത്തിൻ്റെ പേരെന്ത്? നിന്നെ ആരാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്? നിന്നെ ആരാണ് അയച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി കൊടുക്കുമെന്നുള്ള ഭയത്തോടെ മോശയായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മോശ ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. അതെ, ആ വിഷയത്തിന്മേൽ എനിക്ക് ദൈവിക അധികാരമുണ്ടോ? എനിക്ക് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമോ? ഞാൻ ആ പ്രശ്നത്തെ ദൈവിക അധികാരത്തോടെ മറികടക്കുമോ? എനിക്ക് ആ രോഗത്തിന്മേൽ അധികാരമുണ്ടോ? എനിക്ക് ആ പിശാചിൻ്റെ ശക്തിയിൽ മേൽ അധികാരമുണ്ടോ? അതെ, പിശാചിൻ്റെ ശക്തി എനിക്ക് പുറത്താക്കുവാൻ സാധിക്കുമോ? ഇന്ന് പകലിൽ ഒരു ലാക്ക് ഓഫ് അതോറിറ്റി, ആ ചിന്തയോടെ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അതെ, മോശയ്ക്ക് എന്തുകൊണ്ടാണ് സെൽഫ് ഡൗട്ട് ഉണ്ടായെന്നറിയാം. ഒരു വിൽഡർനെസ് ഉണ്ടായിരുന്നു, ഒരു മരുഭൂമിയുടെ അവസ്ഥ. ഇന്ന് പകലിൽ മരുഭൂമിയുടെ അവസ്ഥ ആർക്കുണ്ടായിരുന്നാൽ ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പ്രാർത്ഥിക്കുവാൻ സാധിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കൃപയിലേക്ക് കയറിയാലുണ്ടല്ലോ, ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായാലുണ്ടല്ലോ, അതെ, മോശയെ ആള് മാറ്റിയതുപോലെ ദൈവം നിങ്ങളെ ആള് മാറ്റും. ഇന്ന് വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ അധികാരപ്പെടുത്തുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ട്രഗിളിന്മേൽ ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ അധികാരപ്പെടുത്തുക. ഇന്ന് പകലിൽ ഈ ബലത്തോടെ പോയാട്ടെ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തോട് യേശുവിൻ്റെ നാമത്തിലൊന്ന് കൽപ്പിച്ചാട്ടെ. അതെ, അത് നിങ്ങളുടെ മുമ്പിൽ രണ്ടായി പിരിയുന്നത് മാറുവാൻ സാധിക്കും. ഇവിടെ മോശയ്ക്കുള്ള ചോദ്യത്തിന് ദൈവം എന്താ ഉത്തരം കൊടുത്തത്? നീ പോയി പറയണം, ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന്. ഇന്ന് പകലിൽ അതേ ദൈവമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. ഞാനാകുന്നു എന്ന് പറയുന്ന അതേ ദൈവമാണ് ഇന്ന് പകലിൽ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പകലിൽ നിങ്ങൾ ആ വിഷയത്തെ ജയിച്ചിരിക്കും. വിശ്വസിച്ചാട്ടെ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങൾ ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു. ഏത് വിഷയമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് കൽപ്പിക്കാമോ? അതെ, നിങ്ങൾക്ക് അതിന്മേൽ അധികാരമുണ്ട്. നിങ്ങൾക്ക് ആ രോഗത്തിന്മേൽ അധികാരമുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിന്മേൽ ഒരു അധികാരമുണ്ട്. അതെ, ആ രോഗശക്തി ഇന്ന് പകലിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് കൽപ്പിക്കാമെങ്കിൽ അഴിഞ്ഞു പോകുന്നത് കാണാം. ബന്ധിക്കപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിയുന്നത് കാണാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനിട്ട് നന്ദിയപ്പാ. സ്വർഗം ഇന്ന് പലരെയും അധികാരപ്പെടുത്തിയതിനിട്ട് നന്ദി. ചിലതിനുമേൽ ഒരു അധികാര കൈമാറ്റം സംഭവിച്ചതിനിട്ട് നന്ദി. അവരുടെ പ്രതിസന്ധികളെ കീഴടക്കുവാൻ ദൈവം വലിയൊരു ബലത്തെ, അധികാരത്തെ കൽപ്പിച്ചാക്കിയതിനിട്ട് നന്ദി പറയും. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനവും അപ്പം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.